PM ശ്രീ വിഷയത്തിൽ സമവായമായതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭായോഗം തുടങ്ങിയിരിക്കുന്നു. മന്ത്രിസഭായോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം LDFന്റെ വിജയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. അല്പം മുൻപായിരുന്നു ആ പ്രതികരണം. കാണാം. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. CPI സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാൻ CPIM തീരുമാനിച്ചത്. വിഷയം പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിക്കും. MA ബേബിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള പ്രാതൽ ചർച്ചയ്ക്കിടെയാണ് വിഷയത്തിൽ മഞ്ഞുരുങ്ങിയത്. നമ്മുടെ പ്രതിനിധികളുണ്ട് തത്സമയം വിശദാംശങ്ങളുമായി. R ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി, ഒപ്പം MG പ്രതീഷ്. ആദ്യം ഞാൻ പോകുന്ന MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, മന്ത്രിസഭായോഗം ചേരുകയാണ്. ഈ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും നിർണായകമായത്. അതിനേക്കുള്ള വഴിയാണ് രാവിലെ ഒരുങ്ങിയത്. സമവായമായി, അങ്ങനെ പിണക്കങ്ങൾ മാറുന്നു. ഇപ്പോൾ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കുകയാണ്. യോഗം തുടരുകയല്ലേ? അനുജ, കൃത്യം 3 മണിക്ക് തന്നെ മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തർക്കങ്ങൾക്കൊടുവിലാണ് ഒരു സമവായത്തിലേക്ക് നീങ്ങിയത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ധാരണാപത്രം അത് മരവിപ്പിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ CPM എത്തിയതോടുകൂടിയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ 4 CPI മന്ത്രിമാർ പങ്കെടുക്കുന്നത്. അല്പസമയം മുമ്പ് കൃത്യം 3:30 കൂടി തന്നെ 4 മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ എത്തി. ഇപ്പോൾ ഇതിനോടകം തന്നെ മന്ത്രിസഭാ യോഗം തുടങ്ങിക്കഴിഞ്ഞു. ഈ മന്ത്രിസഭാ യോഗം വളരെ നിർണായക, കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന തുടർ നടപടികൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇതിന്റെ തുടർ നടപടികൾക്കായി മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുമോ എന്നുള്ള ഒരു തീരുമാനം കൂടി, അത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുമോ എന്നുള്ള കാര്യവും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒപ്പം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിവാദങ്ങളെല്ലാം തന്നെ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനാണ് CPMന്റെയും സർക്കാരിന്റെയും തീരുമാനം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കണ്ട ഈ കാര്യങ്ങൾ ഓരോന്നും വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇന്ന് മന്ത്രിസഭാ യോഗം ഈ വിഷയത്തിൽ ചർച്ചയായി വരുന്നത് ഈ PM ശ്രീയിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ്. കാരണം ഈ കേന്ദ്ര സർക്കാരിന് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല, അത് മരവിപ്പിക്കണമെന്നുള്ള കത്ത് ഈ കേന്ദ്ര സർക്കാരിന് കൈമാറും എന്നുള്ള ഒരു സമവായ ഫോർമുലയാണ് CPIM മുന്നോട്ട് വച്ചത്. ഇതിന്റെ തുടർ നടപടി, അതായത് ഈ കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും അതിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഏറെ നിർണായകമാണ്. കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് ധാരണാപത്രം ഒപ്പുവെച്ചതാണ്. അത് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി അത്തരത്തിൽ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ, അതിന്റെ മറ്റ് സാധുതകൾ എന്താണ് എന്ന കാര്യത്തിലടക്കം CPI ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലടക്കം മുഖ്യമന്ത്രി ഇന്ന് വിശദീകരണം നൽകും എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ ഒരു വിശദീകരണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകുക. കാരണം ഈ ആദ്യഘട്ടത്തിൽ PM ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുന്ന ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് മുമ്പേ എതിർപ്പുന്നയിച്ച പാർട്ടി CPI ആയിരുന്നു. ആ CPIക്കൊപ്പം ഈ എതിർപ്പ് CPIM പ്രകടിപ്പിച്ചു. പക്ഷേ മന്ത്രിസഭയിൽ പോലും കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണ് ഈ വലിയ തർക്കങ്ങൾക്കെല്ലാം തന്നെ ഇടയാക്കിയിട്ടുള്ളത്. അതിന്റെ കടുത്ത വിയോജിപ്പുകൾ പല ഘട്ടങ്ങളിൽ CPI അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ വിയോജിപ്പുകളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് വീണ്ടും ഈ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരും CPIM ശ്രമിച്ചത്. പക്ഷേ മന്ത്രിസഭാ ബഹിഷ്കരണം എന്നുള്ള കടുത്ത നിലപാടിലേക്ക് CPI പോയതോടുകൂടിയാണ് CPIക്ക് മുന്നിൽ കീഴടങ്ങിയത്. ധാരണാപത്രം മരവിപ്പിക്കുമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്കും CPIM അവസാന നിമിഷത്തിൽ എത്തിയത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ MA ബേബിയും ഒപ്പം ബിനോയ് വിശ്വവും അടക്കം ഇതിൽ നടത്തിയ ചർച്ചയാണ് ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. അങ്ങനെയാണ് ആ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനമായതും 3:30 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുന്നതും. ഇനി ഇതിൽ സർക്കാരിന്റെ ഒരു തുടർ നടപടി, ഒരു തുടർ നിലപാട് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അക്കാര്യം ഉൾപ്പെടെ CPI ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ധാരണാപത്രം മരവിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിനപ്പുറം അതിന് ഒരു ഔദ്യോഗിക സാധുത അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക രൂപം വരണമെങ്കിൽ ഇതിന് കേന്ദ്ര സർക്കാരിന് ഈ ഔദ്യോഗികമായി തന്നെ സർക്കാർ കത്ത് നൽകണം. ആ കത്തിന്റെ പകർപ്പ് CPIക്ക് കൈമാറും എന്നുള്ള ഒരു ധാരണ നേതൃത്വത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളിലടക്കമാണ് ഈ വരും മണിക്കൂറുകളിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. ഒപ്പം ഇത് ഈ കേന്ദ്ര ഫണ്ട് ലഭ്യമാകാനാണ് PM ശ്രീ പദ്ധതി അല്ലെങ്കിൽ ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വിശദീകരിക്കുമ്പോഴും അതിന്റെ കൂടുതൽ സാധുതകൾ ഈ പ്രധാനമായും ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. SSK ഫണ്ട്
ലഭിക്കുമോ എന്ന കാര്യത്തിലും ഈ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറിയാൽ പിന്നീട് കേന്ദ്ര ഫണ്ടിനായി കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരും. തമിഴ്നാട് സർക്കാരിന് സമാനമായി അത്തരത്തിലൊരു നടപടികളിലേക്ക് ഇനി സർക്കാർ പോകുമോ, അതിൽ എന്ത് തീരുമാനമായിരിക്കും കൈക്കൊള്ളുക എന്നതൊക്കെ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു 4:30 തന്നെ മന്ത്രിസഭാ യോഗം കഴിയും. 5 മണിക്ക് മുഖ്യമന്ത്രി 5 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മുന്നണികൾക്കുള്ളിൽ വലിയ തർക്കമായപ്പോഴും അത് വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷവും എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സമവായ നീക്കത്തിലൂടെ ഇന്ന് ഈ വിവാദങ്ങളും തർക്കങ്ങളും സർക്കാർ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ CPI ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾക്ക് മറുപടി പറയുക. കാരണം ബിനോയ് വിശ്വം അടക്കം ഇത് LDFന്റെ വിജയമാണെന്നുള്ള ഒറ്റ മറുപടി മാത്രമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കുമെന്നുള്ള നിലപാടാണ് മിക്ക CPI നേതാക്കളും കൈക്കൊണ്ടത്. അതായത് മുഖ്യമന്ത്രി ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് വിശദീകരിച്ച ശേഷം ബാക്കി പ്രതികരണം എന്നുള്ള ഒരു തരത്തിലേക്ക് CPI നേതാക്കൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിശദീകരണമാണ് ഇനി ഏറ്റവും പ്രധാനമായും CPI നേതാക്കളും ഉറ്റുനോക്കുന്ന കാര്യം. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായ ശേഷം മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.